CCTV ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നത്. അത് രാഹുലിനെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. ഈ ഹോട്ടൽ, ഈ റിസപ്ഷനൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. രാഹുൽ പാലക്കാട് മത്സരിക്കാനിരിക്കുന്ന ആ സമയത്ത് കൂടി ആ നീലപ്പെട്ടി വിവാദവുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായ ഒരു ഹോട്ടൽ കൂടിയാണ്. അവിടെ നിന്ന് അന്ന് രാഹുൽ മാധ്യമങ്ങളെ കണ്ടു, ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ രാഹുൽ ഇന്നിതാ പോലീസിന്റെ കൂടെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് പോലീസ്. അങ്ങനെ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി രാഹുൽ എങ്ങനെയായിരിക്കും നിയമ നടപടികളിലേക്ക് കടക്കുക, ഇനി പോലീസിന്റെ നീക്കം, എല്ലാം വളരെ നിർണായകമാകുന്ന മണിക്കൂറുകൾ കൂടിയാണ് ഇനി വരാനിരിക്കുന്നത്. ക്രൂരമായ ബലാത്സംഗവും നിർബന്ധിത ഗർഭഛിദ്രവും മൂന്നാമത്തെ കേസിലും നടന്നു എന്ന് പോലീസ് പറയുന്നു. ഇതിലിപ്പോൾ രണ്ടാമത്തെ കേസിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം, രണ്ടാമത്തെ കേസിൽ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിൽ പോലീസ് പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇതിനകത്ത് സേഫ് നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി സംസാരിച്ചപ്പോൾ അദ്ദേഹം പിണറായി വിജയനെ കൂടെ പുകഴ്ത്തിയാണ് സംസാരിച്ചത്. ആഭ്യന്തരം ഭരിക്കുന്ന അദ്ദേഹം എത്ര നന്നായിട്ടാണ് നടപടിയെടുത്തത്. ചില ഉദാഹരണങ്ങൾ കൂടി പറയുകയുണ്ടായി. രാഹുൽ ഈശ്വറിന്റെ കാര്യം, ദിലീപിന്റെ കാര്യം, ഇവരൊക്കെ വളരെ ഉന്നത സ്ഥാനീയരാണെങ്കിലും ഒരു നടപടി എടുക്കുന്നതിൽ പോലീസ് കൃത്യമായി തന്നെ മുന്നോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അദ്ദേഹം പറയാൻ വിട്ടുപോയ കുറച്ച് പേരുകൾ കൂടിയുണ്ട്. അത് പത്മകുമാറിന്റെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിലെന്ത് നടപടി, വാസുവിന്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ മുകേഷിന്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ നടപടി എടുത്ത ആളുകളുടെ പേര് മുകേഷിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആരോപണം വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേസിന്റെ നടപടി, അപ്പൊ ഈ പട്ടികയിൽ മിസ്സിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ വളരെ സൗകര്യപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ഒരു പരാതി എടുത്ത പാർട്ടിക്കെതിരെ എങ്ങനെയാണ് അവർ അത്, എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ ഒരു നടപടി എടുത്തത് കൊണ്ട് തന്നെ കൃത്യമായി അവർക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് കൂടിയാണ്. അതിൽ കൂടുതൽ സമ്മർദ്ദത്തിലാകുമായിരുന്നു. പക്ഷെ ഇന്ന് അത്ര വലിയൊരു സമ്മർദ്ദം പാർട്ടിക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനപ്പുറത്ത് പക്ഷേ എന്തായാലും കോൺഗ്രസിനെ ഇതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുള്ള ഒരു ചർച്ച നിശ്ചയമായും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഇതിനെ മാറ്റുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പ്രത്യേകിച്ച് BJPയും, കാരണം പാലക്കാട് സീറ്റിന് വേണ്ടി BJPയും വലിയ ശ്രമങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. അവിടെ കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെ BJPക്കായിരുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയത് BJPയാണ്. അപ്പോൾ വലിയ സാധ്യതകൾ അവിടെ BJPക്കുണ്ടത്. പ്രശാന്ത് ശിവനെ തന്നെ അവിടെ നിർത്തി ഒരു വലിയ ഫൈറ്റിലേക്ക് പോകാൻ BJP കണക്ക് കൂട്ടുന്നതിനിടയിൽ വീണ്ടും കാരണങ്ങൾ ഇട്ടുകൊടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് BJP ആയിരിക്കും കുറെ കൂടി പാലക്കാട്ട് ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ സാധ്യത. തീർച്ചയായിട്ടും BJPക്ക് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള എല്ലാ വകയും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്ത് സേഫ് നമുക്കറിയാം, നേരത്തെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഇത് പാർട്ടിക്കെതിരെ തിരിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്ത് നടപടി ഇനി ഇതിൽ, എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെതിരെ ഇനി കൂടുതൽ നടപടിയൊന്നും എടുക്കാനില്ല. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു നിൽക്കാനേ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. പക്ഷെ അപ്പോഴും ഈ പന്ത് സ്പീക്കറുടെ കോട്ടിലാണ്. സ്പീക്കർ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കില്ല. കാരണം കോടതിയിൽ കേസ് എങ്ങനെ നിൽക്കും എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും സ്പീക്കർ ഒരു ആക്ഷൻ എടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, അപ്പോൾ സ്പീക്കർ തിടുക്കത്തിലൊരു ആക്ഷൻ എടുത്തതിനു ശേഷം സ്പീക്കർക്കെതിരെ രാഹുൽ എങ്ങാണ്ട് കോർട്ടിലേക്ക് മൂവ് ചെയ്ത് അതൊരു തിരിച്ചടിയാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് 2ഉം 3ഉം കേസുകൾ, ഇപ്പോൾ നേരത്തെയുള്ള കേസും ഈ കേസുകളും തമ്മിൽ അതിന്റെ മോഡസ് ഓഫ് ഓപ്പറാൻഡി അടക്കം വലിയ സാമ്യതകളും സമാനതകളും ഉണ്ട്. അതുകൊണ്ട് ഈ കേസ്, ഈ ജാമ്യാപേക്ഷയെങ്കിലും കോടതിയിലെത്തുമ്പോൾ കോടതി ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് കണ്ടതിന് ശേഷമായിരിക്കും സ്പീക്കർ ഇദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്ന ഒരു ആക്ഷനിലേക്ക് പോകാൻ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോ തിടുക്കത്തിൽ തന്നെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു നിൽക്കാൻ സേഫ്. അതിനപ്പുറത്തേക്ക് ഇന്ന് നോക്കുന്നു നമ്മളിപ്പോൾ മറ്റേ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ വീട്ടിലെ പരിശോധനയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇതിപ്പോൾ. അപ്പോൾ എത്ര പെട്ടെന്നാണ് വാർത്തകൾ ട്വിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എല്ലാ ശ്രദ്ധയും പോകുന്നു. സ്വാഭാവികമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവിടെയുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ മടങ്ങി വരേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇനി പോലീസ് ഇപ്പോൾ എപ്പോഴാണ് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുക, മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണം. അപ്പോൾ അധികം വൈകാതെ തന്നെ അത്തരം നടപടികളിലേക്കൊക്കെ കടക്കും. വിശദമായ ഒരു ചോദ്യം ചെയ്യലൊന്നുമില്ല. ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യലേ ക്യാമ്പിൽ ഉണ്ടാകുള്ളൂ. ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ യുവതിയിൽ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട്. അവർ നാളെ നാട്ടിലെത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നടപടികളൊക്കെയാണ് പോലീസിൽ നിന്നുണ്ടാവുക. അതിനപ്പുറത്തേക്ക് സേഫ് കരുതുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെ സജീവമായി നിൽക്കുന്നു, അത് വലിയ ചർച്ചയാകുന്നു, അറസ്റ്റൊക്കെ ഉണ്ടായതുകൊണ്ട് ചർച്ചയാകുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ അപ്രസക്തനാവുകയല്ലേ? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി
അവസാനിക്കുകയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയും. അവസാനിക്കുന്നു, തൽക്കാലത്തേക്ക് അവസാനിക്കുന്നു, അടുത്തൊരു 5 വർഷത്തേക്കെങ്കിലും അടുത്തൊരു 5 വർഷത്തേക്കെങ്കിലും അവസാനിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് എങ്ങനെ തിരിച്ചു, കേരള രാഷ്ട്രീയത്തിൽ പലരും തിരിച്ചു വന്ന അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആകെ കൂടി അസ്തമിച്ചു പോയത് വളരെ ചെറിയ ആളുകൾ മാത്രമാണ്. ഈ ലൈംഗികാരോപണങ്ങൾ നേരിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ലൈവിൽ നിൽക്കുന്നതാണ് നമ്മൾ. ജോസ് തെറ്റയിലിനെ പോലെ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ഇപ്പോഴും പറ്റ അസ്തമിച്ചു പോയ ആളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി വലിയ കരിനിഴൽ വീണിരിക്കുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് വലിയ ഭാവി കണ്ടിരുന്ന ഒരാൾ. തീർച്ചയായിട്ടും നമുക്ക് അറിയാം, ഈ CPM-നെതിരെ ഇങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ട് ഒരു യുവ നേതാവ് കോൺഗ്രസ് ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ പിണറായി വിരുദ്ധതയാണ് ടൂൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് വലിയൊരു മാർക്കറ്റും ഉണ്ടായിരുന്നു. കോൺഗ്രസിനകത്ത് വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ഉൽപ്പന്നമായിരുന്നു അദ്ദേഹത്തിന്. ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലീഡർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു രീതിയിലേക്ക് ഉദയം ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരു ആളുടെ ഒരു പതനം എന്ന് പറയുന്നതാണ് നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടത്. എനിക്ക് തോന്നുന്നു പക്ഷേ വരുന്ന ആളുകൾ തലമുറ ഒരു പാഠമാക്കേണ്ട ഒരു ജീവിതം കൂടിയാണ്. കാരണം എങ്ങനെ ആയിക്കൂടാ ഒരു ജനപ്രതിനിധി, എനിക്കറിയില്ല ഈ കേസുകളുടെ നിജസ്ഥിതി അറിയില്ല, പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ എവിടെ വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ട സംശുദ്ധത അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്, ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും രാഹുൽ ഒരു കേസ് സ്റ്റഡിയായി മാറും കേരള രാഷ്ട്രീയത്തിൽ. കാരണം വളരെ പെട്ടെന്ന് ഉദയം ചെയ്തു വന്നു, MLA സ്ഥാനമടക്കം വളരെ പെട്ടെന്ന് സ്ഥാനമാനങ്ങളൊക്കെ കോൺഗ്രസ് നൽകുന്നു. അങ്ങനെ ഒരു താരോദയത്തിലേക്ക് വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ വീഴ്ചകൾ കൊണ്ട് എത്ര പെട്ടെന്നാണ് വലിയ പതനത്തിലേക്ക് അദ്ദേഹം പോയതെന്നു കൂടിയാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ, അതെങ്ങനെ സാധ്യമാകും, ഈ കേസുകളൊക്കെ ഒതുക്കി അല്ലെങ്കിൽ ഈ കേസുകളിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കൂടുതൽ കേസുകൾ വരുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഏറിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് നിലവിൽ ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു, അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടയുന്നു കോടതി. ആ നിലക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ജനം മറന്നു തുടങ്ങിയതായിരുന്നു. ആ ഒരു അവസരം ഉപയോഗിച്ച് പാലക്കാട്ട് വീണ്ടും സജീവമാകാനും കളം നിറയാനും ഒക്കെ അദ്ദേഹം ശ്രമങ്ങൾ നടത്തുന്നു. നേതൃത്വവുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പാലക്കാട്ട് വീണ്ടും മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതിനിടയിൽ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്തൊരു ഘട്ടത്തിൽ മൂന്നാമതൊരു കേസ് പൊങ്ങി വരികയാണ്. ആ കേസിനെ കുറിച്ച് യാതൊരു സൂചനകളും ഊഹാപോഹങ്ങൾ പോലും മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ പോലും കണ്ടിരുന്നില്ല. വളരെ വേഗത്തിൽ അങ്ങനെ ഒരു ഇമെയിലായി ഒരു പരാതി വരുന്നത് പോലീസിന് മാത്രമാണ് കിട്ടുന്നത്. പോലീസ് വലിയ പ്ലാനിങ്, പോലീസല്ല ക്രൈംബ്രാഞ്ചിനാണ് ലഭിക്കുന്നത്. ക്രൈംബ്രാഞ്ച് വലിയ പ്ലാനിങ് ആസൂത്രണം നടത്തുന്നു. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പാലക്കാട്ട് 2-3 ദിവസം മുമ്പേ തന്നെ പോലീസും ക്രൈംബ്രാഞ്ചും എത്തി എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു. ഒടുക്കം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി KPM ഹോട്ടലിലെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് പാലക്കാട്ടുകാർ, അദ്ദേഹത്തിന്റെ സന്തത സഹചാരികൾ, പാലക്കാട്ടെ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കൾ പോലും വിവരമറിയുന്നത്. എന്തിനു പറയുന്നു, അദ്ദേഹത്തിന് ഫോൺ മേടിച്ചു നോക്കുന്ന അഭിഭാഷകരുമായി സംസാരിക്കാനും പോലുമുള്ള സമയം നൽകുന്നില്ല. അദ്ദേഹത്തെ നേരെ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു. ഇനിയുള്ള നീക്കങ്ങളാണ് പ്രധാനം. അദ്ദേഹത്തെ നിശ്ചയമായും ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യും, ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കും. ജാമ്യാപേക്ഷ കോടതിയിലെത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും, എന്തെല്ലാം തെളിവുകളായിരിക്കും കോടതിയിൽ ക്രൈംബ്രാഞ്ച് പോലീസ് നിരത്താൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഈ കേസ് 1-2 കേസുകളിൽ നിന്ന് വിഭിന്നമായി സ്ട്രോങ് ആയ എവിഡൻസസ് ഉണ്ട് എന്ന് പോലീസ് പറയുന്നു. പരാതിക്കാരി കാനഡയിൽ നിന്ന് ഇന്ന് രാത്രിയോടുകൂടി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ മൊഴിയെടുക്കും പോലീസ്. തെളിവുകളെല്ലാം ക്രൈംബ്രാഞ്ചിന് നേരിട്ട് കൈമാറണം. അതോടുകൂടി അറിയാം ഈ പരാതിയുടെ സ്വഭാവം എന്താണ്, ഈ പരാതിയിൽ എത്ര കണ്ട് ലോക്കാവാൻ സാധ്യതയുണ്ട് എന്നതൊക്കെ നമ്മളിനി കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ.